See me and my mother here. Today is Sunday, 22nd March, and now the time is 9:05. Okay, me and my mother here inside our house. ഇങ്ങനെ കഥകൾ ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ അങ്ങ് നടക്കുക. എൻ്റെ ദേഹത്തോട്ടിപ്പം ഇങ്ങനെ ലേസർ അടിക്കുകയാണ്. ഫുള്ള് ദേഹത്ത് ഇങ്ങനെ ലേസർ, പുറവ് ദേഹം ഫുള്ള് ഇങ്ങനെ ലേസർ അടിയാണ് ജോലി. ഫാറ്റ് ഉരുക്കണം, പ്രത്യേകിച്ച് കാലയിലെ തൈസയിലെല്ലാം ഫാറ്റ് ഇങ്ങനെ ഉരുക്കുക, നമ്മുടെ കാലിങ്ങനെ വെറും തിന്നാക്കുക. ഇതൊക്കെ അവന്മാരുടെ ജോലി, ഫാറ്റൊക്കെ ഉരുക്കി. ഇവൻ മെയിൻ എന്ന് പറയുന്നത് ഈ സാമിയാണ്. ഗുരുമന്ദിരത്തിലെ സാമിയുടെ മൊബൈലിനകത്ത് ഈ ആപ്പൊക്കെ ഉണ്ട് ഇവൻ്റെ. കറക്റ്റായിട്ടുണ്ട്. ഇവനെ ഫുൾ സമയം ഇതിനകത്ത് ഫോണും കൊണ്ടിരിക്കുക. നമ്മൾ ഫോണും കൊണ്ട് ചെന്നപ്പം ഫോണും കൊണ്ട് നമ്മൾ അവിടെ വെക്കുകയായിരുന്നു. ദിവസവും നമ്മുടെ ഫോണും കൊണ്ട് നമ്മളവിടെ വെക്കുന്നതിൻ്റെ ഇതെടുത്താൽ കാണാൻ പറ്റും. എന്തുവാ, നമ്മുടെ ഫൂട്ടേജസ് എടുത്താൽ കാണാൻ പറ്റും. നമ്മൾ മന്ദിരത്തിൽ കയറിയാൽ ഉടനെ ആ പില്ലറിൻ്റെ ചുവട്ടിൽ നമ്മുടെ ഫോൺ വെച്ചിട്ട് നമ്മളവിടെ നിൽക്കുന്നത്, അത് ദിവസം എടുത്താൽ കാണാൻ പറ്റും. ഇവൻ ഇന്നലെ ഇതാക്കാൻ വേണ്ടി നമ്മൾ ഇന്നലെ ശീലമാമനെ ഇവിടെ ക്യാമറയിലെ ക്യാമറ ഓഫ് ചെയ്തത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്യാമറ എടുക്കുമായിരുന്നു, ക്യാമറ ഫൂട്ടേജസ് എടുക്കുമായിരുന്നു. അന്നേരത്തേക്ക് ഇവൻ വന്നിട്ട് ഫോൺ അവിടെ വെക്കണം, ഫോൺ എടുത്തുകൊണ്ട് പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല, ഫോൺ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ് ഇങ്ങനെ ഭയങ്കര നിയമമൊക്കെ അങ്ങ് ഭയങ്കര അവന്. അപ്പം ഇതെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ഇങ്ങനെ അവിടെ ഉണ്ട് എന്തോ നമ്മൾ ചെയ്തത്. നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ വെച്ചുകൊണ്ട് നിന്നത്, വളരെ സ്ട്രെയിറ്റ് ആയിട്ട്, അല്ലാതെ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന രീതിയിലല്ല. അപ്പം അതുപോലെ നമ്മൾ ഗുരുമന്ദിരത്തിലോട്ട് ഇതൊരു ലാൻഡ്മാർക്കാണ്. നിങ്ങൾക്ക് എല്ലാവരെയും 323 SNDP എന്ന് പറഞ്ഞത് 323 നമ്പർ SNDP എന്ന് കേരളത്തിലെ എവിടെയാണെന്ന് ചോദിച്ചാൽ ആൾക്കാർക്കെല്ലാം അറിയാം, എല്ലാവർക്കും അറിയാൻ പറ്റും എവിടെയാണെന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇവിടോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും എൻ്റെ വീട് ഇവിടെയാണ്, 323 നമ്പർ SNDPയുടെ ഇവിടെയാണ് എന്നല്ലാതെ അവിടെ ഇരിക്കുന്നവരെ ഒന്നും സൂം ചെയ്ത് അവരുടെ മുഖവാരം ഇന്നുവരെ നമ്മൾ പിടിച്ചിട്ടില്ല, കാണിച്ചിട്ടുമില്ല. അപ്പോൾ ഇതൊക്കെ ഇവൻ്റെ വലിയ ഡാവും അടവുമാണ്. ഇവന് ഭയങ്കര എന്തൊക്കെയോ കഥകൾ ഉണ്ടാക്കാൻ നോക്കി, പറ്റിയില്ല. അതിൻ്റെ എന്തൊക്കെയോ ചുരുക്കാണെന്ന് തോന്നുന്നു അവനും ഇവിടെ ഇതുപോലെ ആരൊക്കെയോ ആണെന്നൊക്കെ വരുത്താനുള്ള കഥകളൊക്കെ ഇവൻ നോക്കുന്നുണ്ടായിരുന്നു. ഇവനും ഈ സുബ്രഹ്മണ്യനും അങ്ങനെയൊക്കെ ഉള്ളവന്മാരെല്ലാം ഇങ്ങനെ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന കണിയാൻ ഇങ്ങനെ നടക്കുക, ഇങ്ങനെ പെണ്ണുങ്ങളെക്കുറിച്ച് കഥകൾ ഉണ്ടാക്കുന്ന ജോലി ഇവന്മാർക്കുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് സത്യസന്ധമായ കാര്യം. അപ്പോൾ ഇന്ന് 22nd March, സമയം 9:05. ഞാനും എൻ്റെ അമ്മയുമാണ്. എൻ്റെ അമ്മ അവിടെ നിൽക്കുന്നു. ഇവന്മാർ എൻ്റെ അമ്മ വെളിയിൽ ഇറങ്ങാതിരിക്കാൻ വേണ്ടി എൻ്റെ അമ്മയുടെയും തലയിലേക്കും ഇങ്ങനെ ഒക്കെ ഇതടിച്ചിട്ട് എൻ്റെ ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ എപ്പോഴും കിടക്കുക, അങ്ങനെയൊക്കെയുള്ള രീതി ആക്കുന്ന ഇതാണ്. ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവന്മാർ. എന്തും ചെയ്ത് കളയും. ഇപ്പം സ്വാമി എന്ന് പറയുന്നത് കാണിച്ചു തരാം എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. 8ൻ്റെ പണി തരും, കാണിച്ചു തരാം. ഭയങ്കര ഭീഷണിയാണ് നമുക്ക്. എന്തൊക്കെയോ അങ്ങ് കാണിക്കുമെന്ന്. പിന്നെ കുറേ മോഹൻ സിംഗും പിന്നെ സോമരാജനും അങ്ങനെയൊക്കെയുള്ളവരാണ് ഇവൻ്റെ വലം കൈകളും ഒക്കെ. പിന്നെ പ്രീത S. പണിക്കർ, ബിജു പി, കണിയാൻ, ഇവന്മാരൊക്കെയാണ് ഇവനെ വളർത്തി വെച്ചിരിക്കുന്നത്, വേറെ ആരുമല്ല. ഇവനെ എന്തൊക്കെയോ അങ്ങ് നമ്മളെ ഇതാക്കി കളയാമെന്നുള്ള ഉദ്ദേശമാണെന്ന് തോന്നി ഇവന്. അപ്പോൾ അതാണ് ഇവന് 8ൻ്റെ പണി തരും, കാണിച്ചു തരാം എന്നൊക്കെയുള്ള ഭീഷണികളാണ്. അങ്ങനെയുള്ള ഒത്തിരി ഭീഷണികൾ നമ്മൾ ആളുകളെ കാണിക്കുന്നുണ്ട്. നമുക്കേ ഉള്ളൂ ഇത്രയും ഭീഷണി. സയൻസ് ആൻഡ് ടെക്നോളജി വെച്ച് എന്നെ അങ്ങ് റെഡിയാക്കും, പിന്നെ അങ്ങനെ ചെയ്ത് കളയും, ഇങ്ങനെ ചെയ്ത് കളയും എന്നൊക്കെയുള്ള ഭീഷണികൾ ഇഷ്ടം പോലെ നിരന്തരം നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് മോഹൻ സിംഗ് എന്ന് പറയുന്നവൻ്റെയൊക്കെ ഇതാണ് ഇവൻ. സ്വാമി മന്ദിരത്തിലെ സ്വാമി. ഇവൻ്റെ പേര് പത്മൻ എന്നാണ്.